നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ക്രിപ്റ്റോ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കാം. അധികം സമയം കളയണ്ട, നേരെ വീഡിയോയിൽ കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്. EPNS ആണ്, എതേറിയം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് ആണ്. എന്താണ് EPNS എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി Web3 പ്രൊജക്റ്റ് ആണ്. എതേറിയം DeFi പ്രോട്ടോകോൾസിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു Web3 ആപ്ലിക്കേഷൻ ആണ് ഈ EPNS എന്ന് പറയുന്നത്. ഇതിന്റെ നേറ്റീവ് ടോക്കൺ ആയിട്ടുള്ള പുഷ് നമുക്ക് ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടോക്കൺ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും, പോയി നോക്കാം. ഓക്കെ, ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് about $394 million of positions gets liquidated due to Ether rise above 1400. ഏകദേശം $1400 മുകളിലേക്ക് എതേറിയത്തിൻ്റെ പ്രൈസ് കയറിയപ്പോൾ തന്നെ ഏകദേശം $394 million വരുന്ന പൊസിഷൻസ് ലിക്വിഡേറ്റ് ആയിട്ടുണ്ട്. എതേറിയത്തിൽ മാത്രമല്ല, എതേറിയത്തിലും ബിറ്റ്കോയിലും എല്ലാത്തിലും കൂടിയിട്ടാണ് ഈ $394 million ഒരു ലിക്വിഡേഷൻ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് എതേറിയം എന്തുകൊണ്ടാണ് കയറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ 14 എതേറിയം ഡെവലപ്പേഴ്സ് ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന എതേറിയത്തിൻ്റെ പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്കുള്ള ആ ഒരു അപ്ഗ്രേഡ് സെപ്റ്റംബറിൽ ഉണ്ടാവുമെന്നുള്ള കാര്യങ്ങളാണ് അവരതിൽ പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇതറിൻ്റെ പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ പമ്പായിട്ടുള്ളത്. അതിൻ്റെ ഒരു എഫക്റ്റ് മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളിലും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ ഒരു ബെയറിഷ് ആയിട്ടുള്ള മാർക്കറ്റ് സെന്റിമെന്റിനെ ചെറിയ രീതിയിലൊന്നും മാറ്റാനായിട്ട് ഈ ഒരു അനൗൺസ്മെന്റ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ about $235 million വർത്ത് ഓഫ് ഈത്തർ ആൻഡ് 76 million വർത്ത് ഓഫ് BTC വേർ ലിക്വിഡേറ്റഡ്. ഓക്കെ, അപ്പോൾ കരടികളുടെ നെഞ്ചത്തൊരു റീത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഷോർട്ട് പൊസിഷൻസ് എടുത്തിട്ടുള്ള ഒരുപാട് പേര് ലിക്വിഡേറ്റ് ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ഒരു നല്ലൊരു വാർത്ത തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ സെൻട്രൽ ബാങ്ക് ഗവർണർ ഫേവേഴ്സ് പ്രൈവറ്റ് സെക്ടർ ക്രിപ്റ്റോ ടെക്നോളജി. ഓസ്ട്രേലിയൻ സെൻട്രൽ ബാങ്ക് ഗവർണർ ആയിട്ടുള്ള ഫിലിപ്പ് ലവ് റെഗുലേഷനിലൂടെ ക്രിപ്റ്റോ കറൻസികളുടെ അപകട സാധ്യതകൾ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. ഈ അടുത്ത് ഇന്തോനേഷ്യയിൽ നടന്നിട്ടുള്ള G20 ഫൈനാൻസ് മീറ്റിംഗിലാണ് ഇദ്ദേഹം ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗ്ലോബൽ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ സ്റ്റേബിൾ കോയിനുകളുടെയും അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിന്റെയും എല്ലാം സ്വാധീനത്തെ പറ്റിയിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സും ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിൽ അവർ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പേരെന്ന് പറയുന്നത് നമ്മുടെ ടെറ ലൂണയാണ്. ടെറ ക്ലാസിക് ഇക്കോസിസ്റ്റത്തിന്റെ മൂല്യം താഴ്ന്നത് ഒരു $multi-billion കാസ്കേഡ് ഇഫക്റ്റിലേക്ക് നയിച്ചു എന്നൊക്കെയാണ് അവരതിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സോ ഓസ്ട്രേലിയൻ സെൻട്രൽ ബാങ്ക് ഗവർണർ അഭിപ്രായപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശക്തമായിട്ടുള്ള റെഗുലേഷൻ വഴിയോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ തന്നെ നല്ലൊരു സപ്പോർട്ടോട് വഴിയോ ക്രിപ്റ്റോ കറൻസിയിലുള്ള അപകട സാധ്യതകളെ ലിമിറ്റ് ചെയ്യാനും സേഫ് ആയിട്ട് തന്നെ ആളുകൾക്ക് അത് ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കുമെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം. അടുത്ത വാർത്തയും റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. പരാഗ്വേസ് ക്രിപ്റ്റോ ഫ്രെയിംവർക്ക് വൺ സ്റ്റെപ്പ് അവേ ഫ്രം ബിക്കമിംഗ് ലോ. ക്രിപ്റ്റോ കറൻസിയിലും ക്രിപ്റ്റോ മൈനിങ് മേഖലകളിലും പ്രവർത്തിക്കുന്ന ബിസിനസ്സുകൾക്കായിട്ട് ഒരു ടാക്സും അതോടൊപ്പം തന്നെ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്കും സ്ഥാപിക്കുന്ന ഒരു ബില്ല് പരാഗ്വേ സെനറ്റ് വ്യാഴാഴ്ച പാസ്സാക്കിയിട്ടുണ്ട്. സോ കൂടുതൽ രാജ്യങ്ങൾ ക്രിപ്റ്റോ റെഗുലേഷനിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നിട്ടുള്ള വാർത്തകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കാര്യം നമ്മൾ കണ്ടു, അതുപോലെ തന്നെ ഇപ്പോൾ പരാഗ്വേയുടെ കാര്യം കണ്ടു. അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ ക്രിപ്റ്റോ കറൻസി റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഗവൺമെന്റുകൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സാധിക്കുന്ന റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഇതിന് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് അറിയാവുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അറിയാം, ഇത് ആരുടെയും കൈക്കുള്ളിൽ നിൽക്കുന്ന ഒരു പരിപാടിയല്ല. ആർക്കും തന്നെ ഇത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവർക്ക് റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അവരുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എക്സ്ചേഞ്ചുകളുടെ മേലെ ഒരു റെഗുലേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള പോലെ തന്നെ 30% ടാക്സോ അല്ലെങ്കിൽ 1% TDSO ഒക്കെ ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആ ഒരു പരിപാടിയെ ഇവർക്ക് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുക? ഇവർക്ക് ഒരിക്കലും ബാൻ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം എന്തായാലും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് റെഗുലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത്. മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 76% ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഐയിങ് ക്രിപ്റ്റോ അഡോപ്ഷൻ ഇൻ നെക്സ്റ്റ് 3 years. റിപ്പിളിന്റെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് 76% ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അടുത്ത 3 വർഷത്തിനുള്ളിൽ ക്രിപ്റ്റോ അഡോപ്ഷൻ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ടെക്നോളജി എന്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു നിലവിലുള്ള പേയ്മെന്റ് സിസ്റ്റത്തിനേക്കാളും നല്ല ഒരു മികച്ച ഒരു പേയ്മെന്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ബിറ്റ്കോയിൻ
ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇവർ പറയുന്ന കാര്യവും അത് തന്നെയാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു സ്പെക്കുലേറ്റീവ് അസറ്റ് എന്നുള്ളതിനുപരി ഒരു ഐഡിയൽ പേയ്മെൻറ്റ് ചാനലായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അടുത്ത 3 വർഷത്തിനുള്ളിൽ ഒരു ക്രിപ്റ്റോ അഡോപ്ഷൻ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് ഈ 76% ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പറഞ്ഞിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട ആ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ ഇനി വരുന്നത്. അതിനു മുൻപ് മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. ജർമ്മനി ആൻഡ് USA ടൈ ആസ് മോസ്റ്റ് ക്രിപ്റ്റോ ഫ്രണ്ട്ലി കൺട്രീസ്. ആരാണ് ഏറ്റവും മികച്ച ക്രിപ്റ്റോ ഫ്രണ്ട്ലി കൺട്രി എന്നുള്ള ഒരു സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ജർമ്മനിയും USAയും ടൈ ആയിരിക്കുകയാണ്. അവർ സമനിലയിലാണ്. 2ാം സ്ഥാനം കൈവരിച്ചിട്ടുള്ളത് സ്വിറ്റ്സർലൻഡാണ്. ഈ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ഒക്കെ കൈവരിച്ചിട്ടുള്ള കൺട്രീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവയെല്ലാം തന്നെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. എന്നാൽ ഒരുപാട് നാളുകളായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില രാജ്യങ്ങൾ ഇപ്പോഴും ഇത് ബാൻ ചെയ്യാനും ഇതിൽ ഒരുപാട് റെഗുലേഷൻസ് കൊണ്ടുവരാനും ഇതെന്തോ വലിയ ദോഷം ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അകറ്റി നിർത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കാണ് ഞാൻ ഇനി വരുന്നത്. FM on cryptos. RBI concerned need international collaborations. Underscoring that the Reserve Bank of India has expressed concerns over cryptocurrencies and sought a ban on them from the government. Finance Minister Nirmala Sitharaman on Monday said that international collaboration would be needed for any effective regulation or ban on cryptocurrency as that digital currency is ബോർഡർലെസ് ഇൻ നേച്ചർ. കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇതങ്ങനെ ഒറ്റയടിക്ക് ബാൻ ചെയ്യാനായിട്ട് പറ്റില്ല എന്നും ഇതിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റെഗുലേഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ പോലും ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷൻ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർക്ക് മനസ്സിലായിട്ടുണ്ട്. 2018 ഇവരൊന്ന് ബാൻ ചെയ്തതാണ്. അതിനുശേഷം 2020 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ആ ബാൻ എടുത്ത് കളയുകയും ചെയ്തു. ആൻഡ് ഇപ്പോൾ വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിപ്റ്റോ കറൻസിക്ക് ഒരു ബാൻ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശുപാർശയുമായിട്ട് നമ്മുടെ RBI രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇവരുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പരിപാടിയല്ല എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് RBIക്കാണ് ഏറ്റവും വലിയ പേടി. ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും സംഭവിക്കുക, തീവ്രവാദം കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് RBI ആണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞ ടെക്നോളജി കൂടുതൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നത് തീർച്ചയായിട്ടും ഓരോ രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്കുകൾ തന്നെയായിരിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ RBI തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടാനായിട്ട് പോകുന്നത്. കാരണം നിലവിൽ നമ്മുടെ കയ്യിലുള്ള പൈസയുടെ എല്ലാം തന്നെ കൺട്രോൾ RBIയുടെ കയ്യിലാണ്. ആ ഒരു കൺട്രോളാണ് അവർക്ക് നഷ്ടപ്പെടാനായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും സഹിക്കാനായിട്ട് പറ്റുമോ? അതുകൊണ്ട് തന്നെയാണ് റെഗുലേഷൻ വേണം അല്ലെങ്കിൽ ബാൻ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഗവൺമെന്റിനെ സമീപിക്കുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് തീവ്രവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്നു, ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള കാരണങ്ങളാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ടെക്നോളജി വന്നതിന് ശേഷമാണോ ഈ ലോകത്ത് തീവ്രവാദവും ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഒക്കെ നടക്കാനായിട്ട് തുടങ്ങിയത്? ഇതിന് മുൻപ് ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇതിന് മുൻപ് ഇവർ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തുകൊണ്ടായിരുന്നോ ഈ ഒരു തീവ്രവാദവും അല്ലെങ്കിൽ ഈ പറയുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടുള്ളത്? അല്ല. അപ്പോൾ പിന്നെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ടെക്നോളജിയാണ് തീവ്രവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തീവ്രവാദത്തെ ഫണ്ട് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസിയാണ് എന്ന് എങ്ങനെയാണ് പറയാനായിട്ട് പറ്റുക? ഓരോ ടെക്നോളജി വരുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളും അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കുമെന്നുള്ളത് അല്ലെങ്കിൽ സംഭവിക്കും അല്ലെങ്കിൽ കൂടി വരുമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം ഒരുപാട് ഓൺലൈൻ വഴിയുള്ള ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ തോക്കുകളുടെ വിൽപ്പനയായാലും അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ വിൽപ്പനയായാലും ഈവൻ ഹ്യൂമൻ ട്രാഫിക്കിംഗ് പോലും ഇൻ്റർനെറ്റ് വഴി ഓൺലൈനായിട്ട് നടക്കുന്ന ഒരു കാലമാണിത്. എന്ന് കരുതി ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ടെക്നോളജിയെ നമുക്ക് ബാൻ ചെയ്യാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യം പറയുകയാണ് ഞങ്ങളുടെ രാജ്യത്ത് ഇൻ്റർനെറ്റ് വഴി ഇത്രയധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ നാളെ മുതൽ ഇൻ്റർനെറ്റ് ബാൻ ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന് ഏതെങ്കിലും രാജ്യങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ പിന്നെ തീവ്രവാദത്തെ ഫണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ക്രിപ്റ്റോ കറൻസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ബാൻ ചെയ്യുന്നത് അതിലൊരു ലോജിക്കുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതൊരു പുതിയ ടെക്നോളജി വന്നാലും അതിന് ഒരുപാട് നല്ല വശങ്ങളും അതോടൊപ്പം തന്നെ ചീത്ത വശങ്ങളും ഉണ്ടായിരിക്കും. ആ ചീത്ത വശങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് അതിനോട് നോ പറയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മണ്ടത്തരമാണ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ടെക്നോളജി വന്ന സമയത്ത് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് ഗവൺമെൻറ്റുകൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി നേരിടുന്ന പോലുള്ള ഒരുപാട് വെല്ലുവിളികൾ ഇൻ്റർനെറ്റും ആ ഒരു കാലത്തിൽ നേരിട്ടിട്ടുണ്ട്. ആ വെല്ലുവിളികളെല്ലാം മറികടന്നുകൊണ്ട് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ടെക്നോളജി വളർന്ന് ഇന്ന് ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. സോ ഞാൻ പറഞ്ഞു വരുന്നത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വെല്ലുവിളികളെ എല്ലാം മറികടന്നുകൊണ്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു 10-20 വർഷം കഴിയുമ്പോൾ അത് ഏത് ലെവലിലായിരിക്കും എത്തി നിൽക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. കാരണം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്ന ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയിൽ അധിഷ്ഠിതമായിട്ടാണ് ക്രിപ്റ്റോ കറൻസി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും ദ ഫ്യൂച്ചർ ഈസ് ക്രിപ്റ്റോ. അടുത്തൊരു വീഡിയോയിൽ കാണാം.